നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കോക്കനട്ട് ബർഫി അഥവാ തേങ്ങാ ബർഫിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിതിൽ പറയുന്ന ടിപ്സൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്താലേ നിങ്ങൾക്കും കടയിൽ വാങ്ങുന്ന അതേപോലുള്ള ടേസ്റ്റിൽ ഒരു കിടിലൻ തേങ്ങാ ബർഫി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാ ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റാണിത്. ഒന്ന് തേങ്ങാ ചിരകിയത്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാ ചിരകിയതാണിത്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് തേങ്ങാ ചിരകിയതിന് 1/2 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ബർഫിയാണ് നിങ്ങൾക്ക് ഈ ഒരു അളവിലെടുത്താൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ഏലക്ക നമുക്ക് ഇതിന് വേണ്ടി വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് തന്നെ ഇത് പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് കോക്കനട്ട് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു തേങ്ങാ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ബർഫിക്ക് കളറ് നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കോക്കനട്ടിൻ്റെ മുഴുവൻ ഫ്ലേവറും ആ ബർഫിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചത്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കുറച്ച് നേരം വഴറ്റിയിട്ടാണ് ചെയ്തത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇതൊന്ന് നന്നായിട്ട് ആ പഞ്ചസാര പാനിയിൽ കിടന്ന് തേങ്ങയൊന്ന് വെന്ത് വരണം. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനതിൻ്റെ സ്റ്റേജസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം കിട്ടാനുള്ള ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്റ്റേജിലാണ് നമ്മുടെ കോക്കനട്ട് ബർഫി റെഡി ആവുക എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ പഞ്ചസാര പാനി അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ആ പതയൊക്കെ അങ്ങ് സ്റ്റോപ്പായി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബാച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വേർഷനാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഉള്ളിൽ ജ്യൂസി ആയിട്ടും പുറമേ ക്രഞ്ചി ആയിട്ടുള്ള ഒരു തേങ്ങാ ബർഫിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു പാകത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ വേർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എവിടെയാണോ ഇത് നിർത്തുന്നത് അതിൽ നിന്നൊരു കുറച്ച് സെക്കൻഡ് കൂടെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ നമ്മളുടെ തേങ്ങാ ബർഫിയുടെ പാകം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നിങ്ങളിങ്ങനെ തവി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു മാസമായിട്ട് ഫോം ആവുന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടുള്ള പാകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അങ്ങ് മാറി വരുന്നുണ്ട്.
ഈ ഒരു സമയത്ത് പ്രത്യേകം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടി പിടിക്കാനുള്ള ചാൻസ് നിറയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഞാൻ പറയുന്നത്. കണ്ടില്ലേ, നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ നമ്മളുടെ പാകം എത്തിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഈ പാത്രം നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പം അതിന് ശേഷം ഗ്രീസ് ചെയ്യാൻ പോകരുത്. നമ്മൾ ആ പാകം എത്തിയ ഉടനെ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിലോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതായത് ജ്യൂസി ആയിട്ടുള്ള തേങ്ങാ ബർഫി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഡ്രൈ നട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോക്കനട്ട് ബർഫി ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ satanmenu2017@gmail.com എന്നുള്ള മെയിലിൽ അയയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്